പാഠം 850 പ്രശസ്തിയുടെ അളവുകോൽ. എന്തായി? ഷർട്ട് മുണ്ടെന്ന് വെച്ച് കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ, ദാ ഇരിക്കുന്നു. എന്നാ നീ പോയി കഴിക്കാൻ നേരിട്ട് നോക്കി. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോണം. ഈ വില്ലേജിൽ മണ്ണിട്ട് നികത്തിയ പാടങ്ങളുടെ മുഴുവൻ കണക്കെടുക്കാനായിട്ട് കളക്ടർ പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും മെനക്കെട്ട ഒരാഴ്ച കൊണ്ട് ആ പണി തീർക്കാൻ പറ്റും. മണ്ണിട്ട് നികത്തിയ പാടത്തിന്റെ കണക്കെടുത്തിട്ട് ഇനി എന്തിനാണ്? നികത്തിയതെല്ലാം നികത്തിയത് തന്നെയല്ലേ? അല്ല, സർക്കാരിനെ വെട്ടിച്ച് നികത്തിയ പാടങ്ങൾക്കെതിരെ ശക്തമായ നടപടി വരുമെന്നാണ് കേട്ടത്. പരിസ്ഥിതിക്ക് തകരാറുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് കളക്ടർ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞോണ്ട് വല്ല കാര്യമുണ്ടോ എന്റെ മോനട്ടാ? എത്രയോ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിച്ചു കൂട്ടുന്നു. ആളുകൾ പക്ഷെ അവരുടെ തോന്നിയ വാസന പാടങ്ങളെല്ലാം നികത്തിക്കൊണ്ടിരിക്കും. അതെ, പരിസ്ഥിതി കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. ഇവിടെ ഒരു പരിസ്ഥിതി ക്ലബ് ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? ഗ്രീൻ എർത്ത്, പച്ചഭൂമി. അത് തന്നെ. അത് ശരിക്കും നല്ല ഉദ്ദേശം വെച്ച് നടത്തുന്നല്ലോ ആണോ, അതോ ആളുകളെ പറ്റിക്കാനുള്ള പരിപാടിയാണോ? നീ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നാട്ടിലെ വിദ്യാസമ്പന്നരായ വിവരമുള്ള കുറെ സ്ത്രീകൾ ചേർന്ന് നടത്തുന്ന ഒരു ക്ലബാണത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി അവർ ഒരു സെമിനാർ സംഘടിപ്പിച്ചതിനെ പറ്റിയും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു തട്ടിപ്പുമില്ല. ഇപ്പോഴത്തെ കാലത്തെ പരിസ്ഥിതി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിലുള്ള ഫാഷനാ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്നാ ഇതൊരു ഫാഷൻ അല്ല. നല്ല ഉദ്ദേശ ലക്ഷ്യമുള്ള കുറെ പെൺകുട്ടികൾ. അവരുടെ പ്രസിഡന്റ് വനജ ഒരു സ്കൂൾ ടീച്ചറാണ്. സ്കൂളിലെ കുട്ടികൾക്കും മറ്റധ്യാപകർക്കുമൊക്കെ വനജയെ പറ്റി നല്ല അഭിപ്രായമാണ്. സർക്കാർ സ്കൂളിന്റെ പിൻഭാഗത്ത് അവർ വച്ചുപിടിപ്പിച്ച മരങ്ങളൊക്കെ ഇപ്പൊ വളർന്നു. വനജയെ പോലുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിലേ ഇനി ഈ നാട് രക്ഷപ്പെടും. നീ വലിയ വക്കീലാണെന്ന് പറയും, ഇങ്ങനെ നിന്നോ? കുറെ നാളല്ലേ ഇങ്ങനെ നടക്കുന്നു. ഇത്രയും നാളിനകം ഒരു ചെറിയ ചെടിയെങ്കിലും നടാൻ നിന്നെ കൊണ്ട് പറ്റിയോ? ഇല്ല. എന്തുകൊണ്ടാ? നിന്നെ പോലുള്ളവർക്ക് വർത്തമാനം പറഞ്ഞ് നടക്കാൻ അറിയാം, വനജയെ പോലുള്ളവർക്ക് പ്രവർത്തിക്കാൻ. നിന്നെ പോലുള്ളവർക്ക് വനജയെ കണ്ടു പഠിക്കണം. ഇത് കൊള്ളാലോ. തൽക്കാലവേ വനജ കണ്ടുപിടിക്കേണ്ട അവസ്ഥ എനിക്കില്ല. ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറിനെക്കാട്ടിലും കൊള്ളാവുന്ന ജോലിയാണ് ഒരു വക്കീലിന്റേത്. എന്നാ ചിരിക്കുന്നത്? ഇപ്പോ നീ ഈ പറഞ്ഞതിനേക്കാൾ വലിയ വിഡ്ഢിത്തം ഈ ലോകത്ത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. നീ എന്താ പറഞ്ഞത്? പ്രൈമറി സ്കൂൾ ടീച്ചറേക്കാൾ കൊള്ളാവുന്ന ജോലിയാണ് വക്കീലിന്റെന്നോ? എങ്ങനെ? ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാ? ചെറിയ കുട്ടികൾക്ക്, തീരെ ചെറിയ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നയാൾ. ആ പ്രായത്തിലുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് കുട്ടികൾക്ക് സ്വഭാവവും ബുദ്ധിയൊക്കെ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ, പ്രത്യേകിച്ചും പ്രൈമറി സ്കൂൾ അധ്യാപകർക്ക് നമ്മുടെ നാട്ടിൽ വലിയ അന്തസ്സുണ്ടാകുന്നത്. ഇനി നമുക്കൊരു വക്കീലിന്റെ കാര്യം എടുക്കാം. കുറ്റം ചെയ്തതിന് പോലീസ് പിടിക്കുന്നവരെ ജാമ്യത്തിലിറക്കാനും കേസിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ നടന്ന് പൈസ ഉണ്ടാക്കുന്നവർ. അപ്പൊ പിന്നെ വക്കീലന്മാരെങ്ങനെയാണ് ടീച്ചറേക്കാൾ കൊള്ളാവുന്ന ഒരാളാവുന്നത്? ഇതെല്ലാം മോഹനേട്ടന്റെ അഭിപ്രായമല്ലേ മോഹനേട്ട? നാട്ടിലിറങ്ങി മറ്റുള്ള ആളുകളോട് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം മറ്റുള്ള ആളുകൾ എന്താ കരുതുന്നതെന്ന്. ഇന്ന് നീ പറഞ്ഞു സ്കൂൾ ടീച്ചറേക്കാൾ ഭയങ്കര കേമിയാണ് നീ എന്ന്. ഇനി കുറച്ചാൾ കഴിയുമ്പോ നീ പറയുമല്ലോ എന്നേക്കാൾ സാമർഥ്യം നിനക്കുണ്ടെന്ന്. അങ്ങനെ പറയാൻ ഒരു അവസരം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതും പറയും. ആ അവസരം വരുമെന്ന് കരുതി നീ ഇരിക്കണ്ട. ഒരിക്കലും ഒരു കാരണവശാലും എന്നേക്കാൾ വലിയ ആളാകാൻ നിന്നെ കൊണ്ട് പറ്റില്ല. നീ ഒരു സാധാ വയ്ക്കുമല്ലോ. ഓ ശരി, നമുക്ക് ഈ തർക്കം ഇവിടെ വെച്ച് നിർത്താം. മോഹനേട്ടന് ഭയങ്കര സന്തോഷമാവുന്ന രീതിയിൽ തന്നെ നമുക്കിത് അവസാനിപ്പിക്കാം. എങ്ങനെ? ഈ നാട്ടിലെ ഏറ്റവും മഹാനും ശ്രേഷ്ഠനുമായ ആൾ മോഹനേട്ടനാണ്. മോഹനേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ നാട് കടലിൽ മുങ്ങിപ്പോയനെ. മോഹനേട്ടൻ സത്യസന്ധനും മാന്യനും സർവോപരി നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയുമാണ്. മഹാത്മാഗാന്ധി അന്ന് രാഷ്ട്രപിതാവായി പ്രഖ്യാപിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ചാൻസും മോഹനേട്ടന് കിട്ടുന്നതായിരുന്നു. മോഹനേട്ടൻ കഴിഞ്ഞ പിന്നെ മോഹനേട്ടന് വേണ്ടപ്പെട്ട ആളുകൾ എല്ലാവരും നല്ലവരാണ്. പ്രൈമറി സ്കൂൾ ടീച്ചറും പരിസ്ഥിതി പ്രവർത്തകയുമായ വനജ ഒരു ഭയങ്കര സംഭവമാണ്.
അങ്ങനെ ഈ നാട്ടിലെ എല്ലാവരെയും കണക്കൂട്ടി കഴിഞ്ഞ അവസാനം വരാനുള്ള സാമർത്ഥ്യം മാത്രമേ ഈ എനിക്കുള്ളൂ. അത് സത്യം. സത്യത്തിൽ ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിലും ഈ ലോകത്ത് ഒരു മാറ്റം ഉണ്ടാവില്ലായിരുന്നു. മതിയാ, ഉഫ്, ഒരു മാവ് നീങ്ങണു. ഉം. ഹലോ, അതെ സത്യഭാമയാണ്. ആ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എന്തായി തീരുമാനം? അതെയോ? ഓ, സന്തോഷായി. ഇനിയൊന്നും പേടിക്കാനില്ല. ഓ, ബാക്കി കാര്യമൊക്കെ എനിക്ക് വിട്ടേക്ക്. എന്താണ്? ശരി ശരി. അതിനെന്താ, ഞാനിന്ന് 11:30 ആകുമ്പോഴേക്കും വക്കീലാഫീസിലേക്ക് പോകും. അതെ അതെ, ആയിക്കോട്ടെ. ഓ, അടിപൊളി. തലയോടിലടിച്ചോ? സന്തോഷം കൊണ്ടല്ലേ മോനട്ടാ? അടുത്ത ജൂൺ 12 ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. ജൂൺ 12 എന്തിന്? മോഹനട്ടൻ ഇത്രയും കാലം എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് നടന്നത്? ഈ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും ബഹുമാനമുള്ള ആൾ മോഹനേശ്വർ സാറാണ്. മോഹനേട്ടൻ എന്നാൽ ആളുകൾക്കെല്ലാം ജീവനാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെയല്ലേ? ആനയാണ് ചേനാണെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ശരി, അതെന്തെങ്കിലും ആവട്ടെ. ജൂൺ 12 കഴിഞ്ഞാൽ ഞാനും മോഹനേട്ടനെ പോലെ വലിയ ആളാവും. അങ്ങനെ നീ ലോട്ടറി എടുത്തിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം മോനേട്ടാ. എന്റെ ഈശ്വരാ, ജൂൺ 12 ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. അതെന്താ സംഭവം? ജൂൺ 12. ഞാൻ ഈ നാട്ടിൽ പ്രശസ്തനായിട്ടുണ്ടെങ്കിൽ അതെന്റെ സാമർഥ്യം കൊണ്ടാണ്. നാട്ടുകാർക്ക് വേണ്ടി നല്ലത് ചെയ്തുകൊണ്ടും സത്യസന്ധനായി ജീവിച്ചത് കൊണ്ടുമാണ്. നീ അങ്ങനെ എന്താണ് ചെയ്തിട്ടുള്ളത്? ഞാൻ ചെയ്തതല്ല മോഹനട്ട കാര്യം, ചെയ്യാൻ പോകുന്നതാണ്. ജൂൺ മാസം 12-ാം തീയതി എന്നുള്ള ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയാവും. എന്നോടെല്ലാവർക്കും സ്നേഹവും കടപ്പാടുമാവും. ജൂൺ 12-ാം തീയതി നീ ആത്മഹത്യ തീരുമാനിച്ചോ? തമാശയാ? ഒരിക്കലും അല്ല മോഹനട്ട. മോഹനട്ടന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത ഒരു കാര്യത്തിലൂടെയാണ് ഞാൻ പ്രശസ്തിയാവാൻ പോകുന്നത്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ച് എന്റെ പിന്നാലെ നടക്കണ്ട. ഇപ്പൊ ഞാനത് പറയാനേ പോകുന്നില്ല. പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ സാറിനോട് അത് പറഞ്ഞോളാം. ഭാമേ, ഇതൊക്കെ നീ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന വേഷം കെട്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ മോഹനേഷ് സാറിനുണ്ട്. ജൂൺ 12-ാം തീയതി നീ പ്രശസ്തിയാകുമെന്ന് ഇപ്പൊ പറയുക. അതെന്താണെന്ന് ചോദിച്ചാൽ പറയാതിരിക്കുക. അങ്ങനെ ജൂൺ 12 വരെ അങ്ങ് പോകും. അത് കഴിയുമ്പോ തീയതി ഒന്ന് മാറ്റിപ്പിടിച്ച് ജൂൺ 30 വരെ അങ്ങ് പോകും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ ഉള്ളൂ. കാരണം എന്നെ പോലെ നാട്ടുകാരുടെ സ്വന്തം ആളാകാൻ ഈ നൂറ്റാണ്ട് നിനക്ക് പറ്റില്ല. അതൊക്കെ നമുക്ക് കാണാലോ മോഹനട്ട. മോഹനട്ട ജ്ഞാനപ്പാന വായിച്ചിട്ടില്ലേ? 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന്. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ എന്നും പൂന്താൻ എഴുതിയിട്ടുണ്ട്. എന്റെ കാര്യത്തില് ആദ്യം പറഞ്ഞാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ കാന്തല്ലൂരിലെ സ്റ്റാർ ആവും. ബാക്കിയെല്ലാം നമുക്ക് അപ്പ സംസാരിക്കാം. ഓക്കെ? അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് അതിന് മാത്രം പ്രശസ്തിയാകണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആരെങ്കിലും കൊല്ലണം. അതാവുമ്പോ പോലീസ് പിടിക്കും, പത്രത്തിൽ പടം വരും, പെട്ടെന്ന് അങ്ങ് പ്രശസ്തിയാവും. ഞാൻ പ്രശസ്തിയാകാൻ പോകുന്നു എന്ന് കേട്ടപ്പോ തന്നെ മോഹനേട്ടൻ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന എന്തിനാണ്? ഭാര്യയ്ക്കൊരു ഉയർച്ച വരുമ്പോ ഭർത്താവ് സന്തോഷിക്കല്ലേ വേണ്ടത് മോനേട്ടാ? ഭാര്യക്ക് ഉയർച്ചയാണ് വരുന്നതെങ്കിൽ സന്തോഷം മതിയല്ലോ. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. നമുക്ക് കാണാം. ഒരാഴ്ച ഒന്ന് കാത്തിരിക്കുന്നതിന്റെ പാടല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം. അയ്യോ, ഉത്തമനാണല്ലോ. ഞാൻ പ്രശസ്തിയാകാൻ പോകുന്നു എന്നറിഞ്ഞുള്ള വാർത്തെറിഞ്ഞു വന്നാണോ എന്തോ? അതെ, ഞങ്ങളെ സംസാരിക്കുന്നത് എന്താന്ന് കേൾക്കാൻ വരാതെ വേഗം ഡ്രസ് മാറാൻ നോക്കൂ. മണ്ണിട്ട് നികത്തിയ പാടത്തിന്റെ കണക്കെടുക്കാൻ പോണ്ടതല്ലേ? നമസ്കാരം. ഇതെന്താണ് രാവിലെ? പിന്നെ മാധവൻകുട്ടി കുറച്ച് പൈസ എന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങേര് വക്കീൽ ഓഫീസിൽ കൊണ്ടുവന്ന് തരാൻ വേണ്ടി ഇരുന്നതാണ്. പെട്ടെന്നാണ് അയാൾക്ക് വേറൊരു അത്യാവശ്യം വന്നത്. മാധവൻകുട്ടിയുടെ പെണ്ണുമ്പിള്ളയുടെ അച്ഛൻ ആശുപത്രിയിലാണ്. അങ്ങേര് 9 മണിയാകുമ്പോ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഈ പൈസ ഇവിടെ വക്കീലിനെ ഏൽപ്പിക്കുക എന്റെ അടുത്ത് അവൻ പറഞ്ഞു.
ഇതിപ്പോ ഇങ്ങനെ ധൃതി പിടിച്ചു കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നാളെ കൊണ്ടുവന്നാലും മതിയായിരുന്നു. അതൊക്കെ വക്കീൽ ഇപ്പൊ പറയും. പിന്നെ സമയത്തിന് പൈസ കിട്ടാതെ വരുമ്പോ വക്കീലിന്റെ നിറം മാറുകയും ചെയ്യും. എനിക്ക് വയ്യേ ചീത്തയാക്കായി. എന്തായാലും ഇന്നത്തെ ദിവസം വരുന്നത് മുഴുവൻ സന്തോഷമുള്ള വാർത്തകളാണല്ലോ ഉത്തമ. എന്റെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നേ. വേറെ എന്ത് സന്തോഷ വാർത്തയാണ് വക്കീലേ? അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അടുത്ത 12-ാം തീയതിയോടെ എന്റെ ജാതകം മാറാൻ പോവല്ലേ. ഞാൻ നാട്ടുകാരുടെ മുഴുവനും മുന്നിൽ വലിയ ആളായി പോവില്ലേ? അതങ്ങനെ അതൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഉത്തമന് സാമർഥ്യമുണ്ടെങ്കിൽ ആലോചിച്ച് കണ്ടുപിടിക്കാം. ജൂൺ 12-ാം തീയതി അതെന്ത് സംഭവമായിരിക്കും? സാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് സാറേ വക്കീല് പറഞ്ഞൊരു സംഭവം? ജൂൺ 12-ാം തീയതി എന്തോ സംഭവിക്കുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ കാര്യം എന്താണ് എന്ന് അവൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉത്തമന് വല്ല എവിടെയും കിട്ടുന്നുണ്ടോ? ഞാനിതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ജൂൺ 12 ഒരു ഫോൺ കോൾ വന്നപ്പോ മുതലാണ് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ആദ്യം ഞാൻ കരുതി അവള് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. പിന്നെയാണ് സംഗതി ഗൗരവമാണെന്ന് മനസ്സിലായത്. എന്തുകൊണ്ട് ഉത്തമ? സാറിനെ കൂടാതെ വക്കീലിന് പ്രശസ്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതേതോ കേസുമായി ബന്ധപ്പെട്ടതാണുള്ള കാര്യം ഉറപ്പാണ്. വക്കീൽ ഇപ്പൊ വാദിച്ചു കൊണ്ടിരിക്കുന്ന ഏതോ കേസിൽ ജൂൺ 12-ാം തീയതി വിധി വരാൻ പോകുന്നു. ഓക്കെ, അത് തന്നെയാണ് സംഭവം. ഞാൻ ആ വഴിക്ക് ആലോചിച്ചിരുന്നു. പക്ഷേ ജൂൺ 12-ാം തീയതി എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഏത് കേസിന് വിധി പറയാനാ? അയ്യോ, ഞായറാഴ്ചയാണല്ലേ. അപ്പോ വല്ല കല്യാണോ പാല് കാച്ചലോ ആയിരിക്കും സാറേ? വല്ലവരുടെയും കല്യാണത്തിന് പോയാൽ അവൾ എങ്ങനെ പ്രശസ്തി ആവാനാ? ഓ, കല്യാണത്തിലൂടെ പ്രശസ്തി ഉണ്ടാകണമെങ്കിൽ അവളുടെ കല്യാണമായിരിക്കണം. അത് കഴിഞ്ഞാണല്ലോ. അപ്പോ പിന്നെ സംഗതി പിടികിട്ടി. എന്താ? 12-ാം തീയതി ഞായറാഴ്ചയാണല്ലോ. അതെ, ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും ഒക്കെ ആണല്ലോ ആളുകൾ ബന്ധുക്കളെയും പരിചയക്കാരെ സുഹൃത്തുക്കളെയും ഒക്കെ കാണാൻ പോകുന്നത്. ആരെ കാണാൻ പോവാനാ? വക്കീൽ ആരെ കാണാൻ പോകുന്നതല്ല, വക്കീലിനെ കാണാൻ ആരോ ഇങ്ങോട്ട് വരികയാണ്. ആര്? സാറേ, വളരെ പേരെടുത്ത ഒരാൾ വക്കീലിനെ കാണാൻ ഇവിടെ വന്നെന്ന് കരുതുക. അത് നാട്ടുകാരറിഞ്ഞാൽ വക്കീൽ പ്രശസ്തയായില്ലേ? അങ്ങനെ ഭാമയെ കാണാൻ ആര് വരാനാ? ഏതെങ്കിലും ജഡ്ജിമാരാണെങ്കിലോ? ജഡ്ജിമാരെ നാട്ടുകാർക്ക് അറിയില്ലല്ലോ. അത് മാത്രമല്ല, ഒരു ജഡ്ജി വീട്ടിൽ വരുന്നത് അത്ര വലിയ കാര്യമാണോ? എങ്കില് മന്ത്രിമാരാരെങ്കിലും ആയിരിക്കൂ. ഏതെങ്കിലും ഒരു മന്ത്രി ഇവിടെ കയറി വന്ന വക്കീൽ ഭയങ്കര സംഭവമാവും. മന്ത്രിമാരെ പോയിട്ട് ഒരു MLA പോലും അവൾക്ക് അറിയില്ല. അതെനിക്ക് ഉറപ്പാണ്. പിന്നെ സാറേ, പിടികിട്ടി ആളെ. എനിക്ക് പിടികിട്ടി. ആരാ? ആരാണെന്നറിഞ്ഞൂടാ, പക്ഷേ ഏതോ സിനിമാക്കാരോ സീരിയലുകാരോ ആണ്. സാറേ, നമ്മുടെ നാട്ടിലെ സിനിമാക്കാർക്ക് സീരിയലുകാർക്കും ഉള്ള പ്രശസ്തി വേറെ ആർക്കുണ്ട് സാറേ? ഇപ്പൊ മമ്മൂട്ടിയോ മോഹൻലാലോ വക്കീലിനെ കാണാൻ ഇവിടെ വന്നെന്ന് കരുതുക. അങ്ങനെ സംഭവിച്ചാൽ നാളെ മുതൽ വക്കീൽ സൂപ്പർ സ്റ്റാറാ. പക്ഷേ ഇവരൊന്നും ഭാമയ്ക്ക് പരിചയമില്ലല്ലോ. അവരെ ഇപ്പൊ അറിയില്ലായിരിക്കും. പക്ഷെ സിനിമയിലോ സീരിയലോ ഉള്ള വക്കീലിനെ അറിയാവുന്നുള്ള ആരോ ഉണ്ട്. ആ ആളാണ് ജൂൺ 12-ാം തീയതി ഇവിടെ വരാൻ പോകുന്നത്. ആ ആള് വരുന്ന കാര്യം അറിഞ്ഞ് നാട്ടുകാരി മുറ്റത്ത് മൊത്തം തടിച്ചു കൂടും. അവരുടെ മുമ്പിൽ വക്കീൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കും. അത് തന്നെയാണ് സാറേ സംഭവം. പക്ഷേ ഭാമയ്ക്കറിയാവുന്ന സീരിയലായിരുന്നു സിനിമക്കാരാ? അത് കണ്ടുപിടിക്കേണ്ടത് സാറിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇത്രയും സംഭവം കണ്ടുപിടിച്ചു തന്നില്ലേ? ബാക്കി സാർ ഇവിടെ ഒന്ന് ആലോചിക്കും. എനിക്ക് പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടി ചേട്ടനെ കാണാനുള്ള ഒരു അത്യാവശ്യ കാര്യമുണ്ട്. സാർ ആലോചിച്ചോക്കെ ഏതൊക്കെ സിനിമാ താരങ്ങളും സീരിയൽ താരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആലോചിച്ചിട്ടില്ല, എനിക്കാരും അറിഞ്ഞൂടാ. സിനിമക്കാരും സീരിയലുകാരും അതാരായിരിക്കും?
ജൂൺ 12 ഇവിടെ ആരാ വരുന്നത്? ഇവിടെ ആര് വരാണ്? നിനക്ക് പരിചയമുള്ള സിനിമാക്കാർ ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായില്ല. എനിക്കെല്ലാം മനസ്സിലായി. നിനക്ക് ഏതോ സിനിമാ നടിയോ സീരിയൽ നടിയോ പരിചയമുണ്ട്. ആ ആൾ ജൂൺ 12 നിന്നെ കാണാൻ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിരിക്കുന്നു. അതല്ലേ സത്യം? മോഹനേട്ടന്റെ ബുദ്ധി സമ്മതിക്കണം കേട്ടോ. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? വരുന്നയാൾ ആരാണെന്ന് പറയൂ. മോഹനേട്ടൻ ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറ. അപ്പൊ പറയാം വരുന്ന ആരാന്ന്. ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. നീയായിട്ട് എന്തെങ്കിലും ചെയ്ത് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാകാൻ പോകുന്നില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ പിന്നെ ഇത് മറ്റാരുമായോ ബന്ധപ്പെട്ട ഒരു പ്രശസ്തിയാണ്. നിനക്കെന്തായാലും മന്ത്രിമാരെയോ MLA മാരെയോ MP മാരെയോ ഒന്നും അറിയില്ല. അല്ല ജഡ്ജിമാരെയോ വക്കീലമാരെയോ ഒക്കെ അറിയാം. അവരോടൊന്നും ജനങ്ങൾക്ക് വലിയ മതിപ്പില്ലല്ലോ. അപ്പൊ പിന്നെ വരുന്നത് ഏതെങ്കിലും സീരിയലുകാരിയോ സിനിമാക്കാരിയോ ആയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മോഹനേട്ടൻ ഈ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചു മോഹനേട്ടാ. സത്യത്തിൽ മോഹനേട്ടൻ ഈ വില്ലേജ് ഓഫീസർ ആവാൻ പോവാതെ പോലീസിൽ ചേർന്നിരുന്നെങ്കിലേ ഒരു ഷെർലക് ഹോംസോ സേതുരാമയ്യരോ എന്തായാലും ആയനെ. ഷെർലക് ഹോംസ് പോലീസുകാരനായിരുന്നില്ല. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും വെറുതെ വില്ലേജ് ഓഫീസറായിട്ട് മോഹനേട്ടന്റെ ആ പ്രതിഭ നശിപ്പിച്ചു കളഞ്ഞു. അതാണ് കഷ്ടം. നീ കൂടുതൽ വളച്ചിട്ടാതെ വരുന്ന ആരാണെന്ന് പറയട്ടെ? പറയുമ്പോ മോനേട്ടൻ ഞെട്ടരുത്. നീ പറയുന്നോ? ശരി, അങ്ങനെയാണെങ്കിൽ പറയാം. ഈ വരുന്ന ജൂൺ 12 തീയതി 12 തീയതി 12 തീയതി പറയാം. ജൂൺ 12 തീയതി ഇവിടെ 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 സുപ്രസിദ്ധ സിനിമാ താരം ആരും വരുന്നില്ല. ആരും വരുന്നില്ല. ആരും വരുന്നില്ല. ഇതാണോ മോഹനേട്ടൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന് പറഞ്ഞത്? ഇതൊരുമാതിരി നേഴ്സറി പിള്ളേരുടെ ബുദ്ധിയായിപ്പോ എന്റെ മോനേട്ടാ. ഇതെന്റെ ബുദ്ധിയല്ല, അത് കൊള്ളാം. അപ്പൊ ഞാൻ പ്രശസ്തിയാവുന്ന കാര്യം അറിഞ്ഞ പാടെ വില്ലേജ് ഓഫീസർ നാട്ടുകാരെയൊക്കെ വിളിച്ച് ചർച്ച തുടങ്ങി. അതെന്തായാലും അടിപൊളിയായി. അതെ, ഈ അസൂയ കൊണ്ടൊന്നും കാര്യമില്ല. ജൂൺ 12 തീയതി ഞാൻ കലക്കും. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വനജ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു സാർ. ഞാൻ ഇന്ന് രാവിലെയും കൂടി ഭാമയോട് വനജയെ പറ്റി സംസാരിച്ചതേ ഉള്ളൂ. എന്നെ പറ്റിയോ? അതെ, വനജയെ പോലുള്ളവർ ഈ നാടിന് വേണ്ടി ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ ഭാമയോട് പറയുകയായിരുന്നു. ഇക്കാലത്ത് പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി പെരുമാറാൻ പലപ്പോഴും ആളുകൾക്ക് കഴിയാറില്ല, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അങ്ങനെ വരുമ്പോഴാണ് വനജയെ പോലുള്ളവരുടെ പ്രസക്തി കൂടുന്നത്. നിങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിനായി ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പിന്നെ നമ്മളൊക്കെ ചെയ്യുന്നത് ചെറിയ കാര്യമില്ലേ സാർ? ഇതിനേക്കാളൊക്കെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. കാണും. പക്ഷേ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നാണല്ലോ പ്രമാണം. നിങ്ങളെ കൊണ്ടാകുന്നത് നിങ്ങൾ ചെയ്തു. നല്ലത് തന്നെ. വനജ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ സത്യഭാമയെന്ന് കാണാൻ ഇറങ്ങിയതാ. ഭാമയോ? എന്താ കേസ് വല്ലതും ഉണ്ടോ? കേസൊന്നുമില്ല സാർ. എനിക്ക് സത്യഭാമയെ കാണേണ്ട വേറൊരു ആവശ്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. സാറിനോട് സത്യഭാമ പറയും. ശരിയപ്പോ? പ്രഭ എന്താ ഈ പറയുന്നേ? ആ വക്കീലിന് അതിനുള്ള വിവരമൊക്കെ ഉണ്ടോ? വിവരം ഉള്ളതുകൊണ്ടാണല്ലോ ഇത്രയും പ്രധാനപ്പെട്ട പരിപാടിക്ക് അവര് വിളിച്ചത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവരില്ലായിരുന്നോ? പ്രഭ പറയുന്ന പോലെ അറിവും വിവരവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ വക്കീൽ എങ്ങനെ മോഹനേഷൻ സാറിനെ സഹിക്കും?
രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ സാറിനെ സഹിക്കുന്നതിന്റെ പാട് പ്രഭയ്ക്ക് അറിയാലോ. എനിക്ക് തോന്നുന്നതേ സാറ് വീട്ടിൽ ചെന്ന പഞ്ചപാവമായിരിക്കും. ഓഫീസിൽ ഇറക്കുന്ന വേഷം കെട്ടി വീട്ടിലിറക്കിയ സാറ് വിവരം അറിയും. എന്താ പ്രൊഫസറെ വലിയൊരു ചർച്ച? പരിസ്ഥിതി പ്രവർത്തകരെല്ലാരും കൂടി ചേർന്ന് രൂപീകരിച്ച ഒരു ക്ലബിന്റെ കാര്യം ശിശുപാലൻ ചേട്ടൻ അറിയില്ലേ? ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞിട്ട്. ആ ഓ എനിക്കറിയാം, നമ്മുടെ വനജ ടീച്ചറല്ലേ അതിന്റെ പ്രസിഡന്റ്. അതെ തന്നെ. ആ ക്ലബ്ബുകാരെ ഒരു പരിസ്ഥിതി ക്യാമ്പ് നടത്തുന്നുണ്ട്. വലിയ വിപുലമായിട്ടുള്ള പരിപാടിയാ. കഴിഞ്ഞ ദിവസം വനജ ടീച്ചറെ കണ്ടപ്പോ എന്നോട് പറഞ്ഞിരുന്നു. ക്യാമ്പിന് ചെല്ലാൻ ക്ഷണിക്കുകയും ചെയ്തു. 1001 വൃക്ഷത്തൈകൾ വച്ചുപിടിപ്പിച്ചുകൊണ്ടാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആരാ ഉദ്ഘാടനം ചെയ്യുന്നു ചോദിച്ചപ്പോ തീരുമാനമായില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് നമ്മുടെ സത്യഭാമ വക്കീലിന്റെ ഫോൺ നമ്പർ ചോദിച്ചു. കാര്യം തിരക്കിയപ്പോ അവര് പറയാ പരിസ്ഥിതി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ നാട്ടിലുള്ള ഒരാൾ വേണോന്ന്. വക്കീലോടൊന്ന് സംസാരിച്ച് നോക്കാം. ഞാൻ നമ്പർ കൊടുത്തു. എന്നാലും വക്കീൽ ഇത്രയും വലിയ ആളാണെന്ന് ഞാൻ കരുതിയില്ല ശിശുപാലൻ ചേട്ടാ. ഒന്നും അല്ലെങ്കിൽ അവരൊരു വക്കീലല്ലേ. പിന്നെ മോഹനേട്ടൻ സാറിന്റെ കൂടെ അല്ലേ കഴിയുന്നത്. ആർക്കായാലും വിവരം ഉണ്ടായിപ്പോവും. നമസ്കാരം സാർ. നമസ്കാരം. വനിജ ടീച്ചറിന്റെ ക്ലബിലെ പരിസ്ഥിതി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് സത്യഭാമ വക്കീലാണെന്ന് ഞാൻ അറിഞ്ഞു. അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്നാ ഈ ക്യാമ്പ് തുടങ്ങുന്നത്? ജൂൺ 12-ാം തീയതി. അല്ല വക്കീല് സാറിനോടൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ തീയതി മറന്നുപോയതാ. ജൂൺ 12 കഴിഞ്ഞാൽ ഞാനും മോഹനേട്ടനെ പോലെ വലിയ ആളാവും. എന്റെ ഈശ്വരാ, ജൂൺ 12 ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. ചായ ഇപ്പൊ തരാം മോനേട്ടാ. ചായ തിളച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ചായയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, എനിക്ക് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം മോനേട്ടാ? ആ വനജയായിട്ട് ഇറങ്ങുന്ന ഏർപ്പാട്. വനജയായിട്ടോ? അതെ, രാവിലെ ഞാൻ ആ വനജയെ വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. നിന്നെ കാണാൻ ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ആ എന്നെ കാണാൻ വന്നത്? ഈ വനജയായിട്ടുള്ള സൗഹൃദം നമുക്ക് ശരിയാവില്ല. അവര് പറയുന്നത് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ പറഞ്ഞത്? പറഞ്ഞു മനസ്സിലായില്ലേ? വനജയുമായിട്ട് അടുത്ത ചങ്ങാത്തത്തിന് പോകുന്നതും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും എനിക്കിഷ്ടമല്ല. കാരണം എന്താ? എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞാ പോരല്ലോ. ഒരു കാര്യം പറയുമ്പോ അതിന്റെ കാരണം കൂടെ പറയണമെന്നല്ലേ മോഹനേട്ടൻ എപ്പോഴും പറയാറുള്ളത്. ഈ വനജയുടെ സ്വഭാവം എനിക്കിഷ്ടമല്ല. വനജയുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഈ വനജ ഒരു അധ്യാപിക, അവരുടെ കല്യാണവും കഴിഞ്ഞതാണ്. ഒരു അധ്യാപികയുടെ ജോലി എന്താ? ക്ലാസ് വരുന്ന കുട്ടികളെ പഠിപ്പിക്കുക. അത് ചെയ്യാതെ ചുമ്മാ നാട്ടുകാരുടെ മുമ്പ് ആളാകാൻ വേണ്ടിയിട്ട് വെറുതെ വേഷം കെട്ടിയൊക്കെ നടക്കുക. ഒരു സ്കൂട്ടർ എടുത്തുണ്ട്. അത്ര കാര്യം എനിക്കിഷ്ടമല്ല. മോഹനേട്ടൻ രാവിലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. നാട് നന്നാക്കാൻ നടക്കുന്ന വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ കൂട്ടമാണ് അവരുടേത്. അവർ പരിസ്ഥിതി സംരക്ഷണത്തെ പറ്റി ചർച്ച ചെയ്യാൻ സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അവരൊക്കെ സമൂഹത്തിന് വേണ്ടി വലിയ ഗുണം ചെയ്യുന്ന ആളുകളാണ്. ഞാൻ വനജയെ കണ്ടുപിടിക്കണം എന്നൊക്കെ മോഹനേട്ടൻ പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. നീ കേട്ടിട്ടുള്ളപ്പോ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ കാര്യമാണ് നോക്കേണ്ടത്. ഈ വനജ അതൊന്നും ചെയ്യില്ല. അവരുടെ ഭർത്താവാ ആ വീട് ജോലിയൊക്കെ ചെയ്യുന്ന നാട്ടുകാർ ഇവിടെ പറയുന്നത്. അങ്ങനെ ആരും പറഞ്ഞോട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല.
വനജയെ പറ്റി നാട്ടുകാർക്കും മറ്റ് അധ്യാപകർക്കും ഒക്കെ ഭയങ്കര ബഹുമാനമാണെന്നാണ് രാവിലെ മോഹനേട്ടൻ എന്നോട് പറഞ്ഞത്. അവര് വെച്ച് പിടിപ്പിച്ചതുപോലെ ഒരു ചെടി പോലും ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റവും പറഞ്ഞു മോഹനേട്ടൻ. എനിക്ക് വർത്താനം പറയാൻ മാത്രമേ അറിയുള്ളൂ, വനജയ്ക്കോ പ്രവർത്തിക്കാൻ അറിയാന്ന് പറഞ്ഞു മോഹനേട്ടൻ. ആ ചിലപ്പോ രാവിലെ അങ്ങനെ പറഞ്ഞിരിക്കും. ഇപ്പൊ അമ്മ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ പറയുന്നത് നീ കേട്ടാ മതി. ഇത് എവിടെ തന്നെയായി എന്റെ മോഹനേട്ടാ? രാവിലെ മോഹനേട്ടൻ ഒരു കാര്യം പറഞ്ഞു, ഒരു തർക്കം കൂടാതെ ഞാൻ അതെല്ലാം സമ്മതിച്ചു തരുകയും ചെയ്തേ. ഇപ്പം മോഹനേട്ടൻ അതെല്ലാം തലതിരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യുക? ദേ വനജ എന്നെ കാണാൻ വന്നത് ഒരു പരിപാടിയുടെ കാര്യം പറയാനാ. ഞാൻ എന്തായാലും വാക്ക് കൊടുത്തു, ഇനി അത് മാറ്റി പറയുന്ന പ്രശ്നമേ ഉണ്ടാവാൻ പോകുന്നില്ല. ചായ തിളച്ചിട്ടുണ്ടാവും, അതെടുത്തോണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി തർക്കിക്കാം. ഓക്കെ? നമസ്കാരം സാർ. നമസ്കാരം. സാർ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ? അത് വനജോട് പറയേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഇത് എന്റെ വീടാണ്. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ വരും, ഇഷ്ടമുള്ളപ്പോ പോവും. സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യഭാമയില്ലേ? ഉണ്ടാവും. ഞങ്ങളുടെ ക്ലബിന്റെ ഈ വർഷത്തെ പരിസ്ഥിതി ക്യാമ്പിന്റെ ഉദ്ഘാടനം 12-ാം തീയതി. 1001 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തു. അറിഞ്ഞു. സാറിനെ പോലുള്ളവരുടെ പ്രോത്സാഹനവും പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി. വനജ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. 5:30 എന്ന് പറഞ്ഞ 5:30 തന്നെയാണ് കേട്ടോ. മോഹനേട്ടൻ ഇങ്ങനെ തന്നെയാ. രാവിലെ 9:30 ഇവിടുന്ന് ഇറങ്ങും, വൈകിട്ട് 5:15 ഇവിടെ എത്തുകയും ചെയ്യും. അങ്ങനെ പോയാലും എങ്ങനെയാ? വനജ വന്നത് മോഹനേട്ടനെ കാണാനാ. ആ ഇന്നലെ വൈകിട്ട് വനജ എന്നെ വിളിച്ചെന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ചപ്പോഴാ കാര്യം പറഞ്ഞത്. 12-ാം തീയതിയിലെ പരിസ്ഥിതി ക്യാമ്പിൽ വൃക്ഷത്തൈ നടൽ ഉദ്ഘാടനം ചെയ്യാൻ മോഹനേട്ടനെ കിട്ടുമോ എന്നറിയാൻ. അതെ സാർ, സാറിനെ പോലെ അതിനെ പറ്റിയ വേറെ ആരാ ഈ നാട്ടിലുള്ളത്? ഈ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ സാറിനെ പോലെ പരിസ്ഥിതിയോട് താല്പര്യമുള്ള വേറൊരാളില്ല. സാറ് തന്നെ ഉദ്ഘാടനം ചെയ്യണം. മോഹനേട്ടൻ ഭയങ്കര കടുംപിടുത്തക്കാരനും മുൻകോപിയൊക്കെയാണെന്ന് ഇവരോട് ആരോ പറഞ്ഞതുകൊണ്ട് നേരിട്ട് മോഹനേട്ടനെ കണ്ട് കാര്യം പറയാൻ പേടിച്ചിട്ടാ എന്നെ വിളിച്ചത്. സ്വയംപ്രഭയാ വനജയ്ക്ക് എന്റെ നമ്പർ കൊടുത്തത്. രാവിലെ സാറിനെ വഴി കണ്ടപ്പോ കാര്യം പറഞ്ഞാലോന്ന് ഓർത്തതാ. പിന്നെ വിചാരിച്ചു സാറ് പറ്റില്ല എന്ന് പറഞ്ഞാലോന്ന്. അതാ വന്ന് സത്യഭാമയുടെ കാര്യം പറഞ്ഞത്. അപ്പൊ സത്യഭാമ പറഞ്ഞ് സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാന്ന്. വൈകിട്ട് 5:30 ആവുമ്പോ ഇങ്ങ് വന്നാ മതിയെന്ന്. അല്ല, സാറൊന്നും പറഞ്ഞില്ല. ഇതിലിപ്പോ ഇത്ര പറയാനെന്തിരിക്കുന്നു? ഒരു നല്ല കാര്യത്തിനല്ലേ, ഞാൻ വരും. അത് കേട്ടാ മതി. അപ്പോ ക്ഷണക്കത്തെ നോട്ടീസ് അച്ചടിച്ചിട്ട് ഞാൻ അതുമായി വരാം. നന്ദി. ഇനി എനിക്ക് അന്തസ്സായിട്ട് തല ഉയർത്തി ക്ലബിലേക്ക് ചെല്ലാം. മോഹനകൃഷ്ണ സാറിനെ പോലൊരാളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് പറഞ്ഞാ പലരുടെയും കണ്ണു മഞ്ഞളിക്കും. വരട്ടെ സത്യഭാമ. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മോഹനേട്ടാ, ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. മോഹനേട്ടൻ ശരിക്കും ഭ്രാന്താണോ? അല്ല, രാവിലെ വനജയെ പറ്റി ഭയങ്കര അഭിപ്രായം പറഞ്ഞു. കുറച്ചു മുന്നേ അഭിപ്രായം എല്ലാം മാറ്റി പറഞ്ഞു. വനജ സ്വന്തം ജോലി ചെയ്യാതെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാതെ തെക്കും മടക്ക് നടക്കാണെന്നും പറഞ്ഞു. ഇപ്പതേ വനജ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോ ചാടിക്കറി സമ്മതിച്ചിട്ട് പോന്നിരിക്കുന്നു. അല്ല, എന്താ ഇതിന്റെ അർത്ഥം? അതെനിക്ക് മനസ്സിലായി. ചായയൊക്കെ എടുക്കാം, അതിനു മുന്നേ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. പറ, കുറച്ചു മുന്നേ വനജ ചീത്ത വിളിച്ചെന്തിനാ? നീ ജൂൺ 12-ാം തീയതി ഭയങ്കര പ്രശസ്തിയാവെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാ? പരിസ്ഥിതി ക്യാമ്പ് 12-ാം തീയതി മോഹനേട്ടൻ ഉദ്ഘാടനം ചെയ്യുമല്ലോ. ഉദ്ഘാടനം ചെയ്യുമ്പോ മോഹനേട്ടൻ പ്രസംഗിക്കില്ലേ? അപ്പൊ മോഹനേട്ടൻ എന്റെ പേര് പറയൂല്ലോ. എന്റെ പേരോ? എന്തിന്?
പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്നതിന് പിന്നിൽ എന്റെ ഭാര്യയാണ്. വനജ ടീച്ചർ എന്റെ ഭാര്യ സത്യഭാമയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ സസന്തോഷം അത് ഏറ്റെടുത്ത് ഈ ചടങ്ങിന് വരാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്റെ ഭാര്യ സത്യഭാമയാണ് എന്ന് പറഞ്ഞിട്ട് പറയൂലേ? ഇല്ല. എന്തിന്? ചുമ്മാ ഒന്ന് പറഞ്ഞൂടെ? ഓണത്തിന് മോഹനത്തിന് നഷ്ടം. നുണ പറയുന്നത് ശരിയല്ല. ഇത് നുണയൊന്നും അല്ലല്ലോ. സത്യത്തിൽ വനജ എന്നോടല്ലേ മോഹനേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞത്? അപ്പൊ അതിൽ ചെറിയ സത്യമില്ലേ? ചെറിയൊരു സത്യമുണ്ട്. എന്നാ ഞാൻ വേറൊരു വലിയ സത്യം പറയട്ടെ. ഞാൻ കരുതിയത് 12-ാം തീയതി ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നീയാണെന്ന്. ഞാനോ? സ്വയംപ്രഭയും കാഞ്ചന എങ്ങനെ സംസാരിക്കാൻ ഞാൻ കേട്ടു. ആ കൂട്ടത്തിൽ 12-ാം തീയതിയിലെ കാര്യം നീ പറഞ്ഞോട് കൂട്ടി വായിച്ചപ്പോ നീയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ കരുതിയത്. ഓ, അതോടെ വില്ലേജ് ഓഫീസർക്ക് അസൂയ മൂത്തു. ഞാൻ ആ പരിപാടിക്ക് പോവാതിരിക്കാൻ വനജ ടീച്ചറെ പറ്റി കുറ്റം പറഞ്ഞു. അങ്ങനെ കുറ്റായിട്ടൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു ഞാൻ കേട്ടല്ലോ. എന്നാലും എന്റെ മോഹനേട്ടന്റെ ദേഷ്യം കാണാൻ വേണ്ടി ഞാൻ വെറുതെ ജൂൺ 12-ലെ കാര്യം പറഞ്ഞു മൂപ്പിച്ചതിന്റെ പേരില് മോഹനേട്ടൻ ഇങ്ങനെയൊക്കെ കരുതി കളഞ്ഞല്ലോ. ചായ കിട്ടിയില്ല. ചായ ഇപ്പൊ തന്നെ തരാട്ടോ. എന്റെ മോഹനേട്ടൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കുന്ന ഒരു ഉത്തമ ഭാര്യയല്ലേ ഞാൻ? അല്ലാതെ ആ വനജേപ്പൽ കുടുംബം നോക്കാതെ തണ്ടി തിരിഞ്ഞു നടക്കാണോ ഞാൻ? എങ്ങനെയൊക്കെ നോക്കിയാലും വില്ലേജ് ഓഫീസർ ഒരു നല്ല മനുഷ്യൻ തന്നെയാണെന്നതിൽ തർക്കമില്ല. പക്ഷേ സ്വന്തം ഭാര്യ തന്നെക്കാൾ വലിയ ആളാകുന്നത് നാട്ടിലെ മറ്റ് ആണുങ്ങളെ പോലെ മോഹനകൃഷ്ണനും പ്രയാസമാണ്. ഇതിനെ അസൂയ എന്നൊക്കെ വിളിക്കാമെങ്കിലും ക്ഷമിച്ചു കളയാവുന്ന തെറ്റേ അതിലുള്ളൂ എന്ന് വിലയിരുത്തി